എല്ലാവർക്കും ബയോമെക്കിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നു. സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബയോമെക് 20L ആണ്. 7 കിലോൻ്റെ മോഡലാണ്. ഡെയിലി 2.5 മണിക്കൂർ കിട്ടും. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു പ്രത്യേകതയുണ്ട്. ടോപ്പ് ഓഫ് ടെറസ് ആണ്. ഉള്ളിലൂടെ നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ കയറ് കെട്ടി മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് സൂര്യ റെസിഡൻസി, നക്ഷത്ര റെസിഡൻസി, പഴയ പേര് സൂര്യ എന്നാണെന്ന് തോന്നുന്നു, ഇപ്പോഴുള്ള പേര് നക്ഷത്ര എന്നാണ്. അവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയൊരു ഫ്ലാറ്റ്, 6 ഫാമിലി താമസിക്കുന്ന ഒരു ഫ്ലാറ്റാണ്. അവർക്ക് ഒരു ബയോഗ്യാസ് ഓൾറെഡി ഉണ്ട്. അത് നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുത്തിരുന്നു. അതിന് പുറമെ ഒരെണ്ണം കൂടി വേണമെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ പ്ലാന്റ് വെക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ്. സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോയിലേക്ക്. എല്ലാവരുടെയും ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഈ പ്ലാന്റ് നമുക്ക് മുകളിലൂടെ കെട്ടിക്കയറ്റാനൊക്കെ പറ്റുമോ? ഉള്ളിലൂടെ മുകളിലേക്ക് കയറ്റാനുള്ള സ്ഥല സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് മുകളിലേക്ക് കയറ്റാവുന്നതാണ്. വളരെയധികം ശ്രദ്ധിക്കണം. കാരണം സ്ലിപ്പാവുകയോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ടാങ്ക് വീണ് ഡാമേജ് ആവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൊഫഷണൽസ് അല്ലാതെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഞങ്ങളിത് ഒരു മാസത്തിൽ 1 തവണ 2 തവണയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് മുകളിൽ കയറ്റുക, ഇതിൻ്റെ ഇൻസ്റ്റലേഷനാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇവർക്ക് ഗ്യാസ് കണക്ഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു. കാരണം ഒരു പോയിന്റിലേക്കാണ് നമുക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഗ്യാസ് കണക്ഷൻ നമ്മൾ ചെയ്യുന്നില്ല. പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുക, വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് ഒരു പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 7 കിലോൻ്റെ മോഡലാണ്. ഇതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 2.5 മണിക്കൂറാണ്. ബട്ട് മുകളിലായതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ലെവലിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് ടെറസ്മൽ ലോഡ് ചെയ്ത് അവിടെ തന്നെ വാട്ടർ കണക്ഷൻ എടുത്തിട്ട് നമ്മൾ കൗഡങ് ഫീഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് മോഡലിൻ്റെ റിപ്പയറിങ്ങും ചെയ്തത്. പക്ഷെ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല. അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും 2 പ്ലാന്റും കൂടി ആകുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെൻറ്റിലും വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇവരുടെ കേസാകുമ്പോൾ അവിടെ അപ്പുറത്ത് റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് വേസ്റ്റ് ഡിസ്പോസൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാന്റ് ഒരെണ്ണം കൂടി വെച്ചു. പലരും ചോദിക്കുന്ന ഒരു ഡൗട്ട് തന്നെയാണ്, അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഈ പ്ലാന്റ് വെക്കുന്ന സമയത്ത് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് വരുമോ, അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ വേറെ പോയിന്റിലേക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. നമുക്ക് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റിൽ കൂടുതൽ കൊടുക്കാൻ സാധിക്കില്ല. കാരണം അതിനുള്ള പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ കിട്ടില്ല. അതുകൊണ്ട് 1-2 പോയിന്റിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതിന് മേലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലുള്ള മോഡലും നമ്മൾ ഈ പ്ലാന്റുകൾ ചെയ്യുന്നുണ്ട്. ബയോമെക് 120L വരെ നമ്മൾ ഫ്ലാറ്റുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ മുകളിലേക്ക് കയറ്റാനേ പറ്റുള്ളൂ. കാരണം ഡോർ സൈസ് എന്ന് പറയുന്നത് 3 അടിയോ മാക്സിമം 3.5 അടിയായിരിക്കും. എന്തായാലും ടെറസിൻ്റെ അവിടെ ഒരു ഡോർ എന്തായാലും ഉണ്ടാവും. അതിനു മുമ്പും ചിലപ്പോൾ ഒരു ഡോറ് വരാൻ സാധ്യതയുള്ളതാണ് ഫ്ലാറ്റുകളിൽ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിടക്കണമെങ്കിൽ മുകളിലൂടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ടാങ്ക് സ്ക്രാച്ച് ആവുന്ന ഡാമേജ് ആവും. ഏത് ഫ്ലാറ്റ് ആണെങ്കിലും ടെറസിൽ നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തു കൂടെ കയറ്റാനായിട്ട് പറ്റും. അല്ലാത്ത പക്ഷം ബാൽക്കണിയിലൊക്കെ വെക്കാനായിട്ട് കുറേ പേര് എൻക്വയറി നടത്താറുണ്ട്. സ്ഥലം അവിടെയും ഒരു 3 ഫീറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പ്ലാന്റ് സ്ഥാപിക്കാവുന്നതാണ്. അതില്ലാത്ത ഫ്ലാറ്റുകളാണ് ബാൽക്കണിയിൽ 2 ഫീറ്റ് ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം ഞങ്ങൾ അറിയിക്കേണ്ടതാണ്. തൃശ്ശൂരൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്യാറുണ്ട്. അതൊരു പ്രത്യേക പോയിന്റായിട്ട് മനസ്സിൽ വെക്കണം. അതേപോലെ തന്നെ സിംഗിൾ പോയിന്റിലേക്ക് മാത്രമേ നമ്മൾ കണക്ഷൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. വാച്ച്മാനോ അല്ലെങ്കിൽ കെയർ ടേക്കർ ഉണ്ടെങ്കിൽ അവരുടെ റൂമിലേക്ക് നമുക്ക് കണക്ഷനായിട്ട് ഇടാൻ പറ്റും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഇൻസിനറേറ്റർ സോളാർ ഡിവിഷൻ്റെ നമ്പറുകൾ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിനും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഓണം ഓഫറുകൾ ഇപ്പോഴും പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വിളിച്ചാൽ ഓണം ഓഫർ അവൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ ഫ്രം FRD.